എവിടെ പോയി? ഈ നിലവിളികളുടെ മുമ്പിൽ നിശബ്ദരായിട്ട് ഇങ്ങനെ ഇരിക്കാൻ എങ്ങനെ അവർക്ക് പറ്റും? കാട്ടുമൃഗങ്ങള് കാടിനുള്ളിൽ ജീവിക്കേണ്ട മൃഗങ്ങളാണ്. പക്ഷെ നാടുകളില്ലേ, നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യരില്ലേ, അവർക്ക് കുടുംബങ്ങളില്ലേ, ഇവിടെ ഒരു കാർഷിക ജനതയില്ലേ? കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടിലായ ഒരു കാർഷിക സംസ്കാരം ഇവിടെ ഇല്ലേ? ഈ നാടിന്റെ മാത്രമല്ല, ഈ രാജ്യത്തിന്റെ പോലും സമ്പദ് വ്യവസ്ഥയുടെ നട്ടലായി എല്ലാവരും തിരിച്ചറിയുന്ന മനസ്സിലാക്കുന്ന ഒരു കർഷക ജനത ഇവിടെ ഇല്ലേ? അവരെ കുറിച്ച് ആർക്കും ആകുലതയില്ലേ ഇവിടെ ഭരിക്കുന്ന സർക്കാരുകൾക്ക്? നമ്മളെല്ലാം കൂടി ചേർന്നല്ലേ ഇവരെയൊക്കെ ഭരണത്തിലേക്ക് നയിച്ചത്. അപ്പൊ അവരോടൊക്കെ പറയാനുള്ള ഉത്തരവാദിത്വം നമുക്കില്ലേ? എന്തുകൊണ്ട് കർഷകരുടെ സ്വരം അവർ കേൾക്കുന്നില്ല? എന്തുകൊണ്ട് ഈ നിലവിളി വെച്ചിട്ടുള്ളവർ അവരൊക്കെ കാതടയ്ക്കുന്നു? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഇവിടെ പ്രസക്തിയോട് ഞാൻ കരുതുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, ഇതിന്റെയൊക്കെ ഉത്തരവാദിത്വം ബന്ധപ്പെട്ട വ്യക്തികളും സർക്കാരുകളും ഏറ്റെടുക്കണം. ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ മാത്രം പോലും ഉത്തരം പറയുകയും കൂടി ചെയ്യണം. കാരണം ഇവിടെ കൊല്ലപ്പെട്ട മനുഷ്യരുടെ ജീവന് വിലയായിട്ട് കുറച്ച് തുക കൊടുത്തു കഴിഞ്ഞാൽ തീരുന്നതാണോ? ഈ കൊല്ലപ്പെട്ട മനുഷ്യരുടെ കുടുംബങ്ങളെ സംരക്ഷിക്കാമെന്ന് ഏറ്റെടുത്തത് കൊണ്ട് തീരുന്നതാണോ ഈ പ്രശ്നം? അത് ഏറ്റെടുക്കണം. തീർച്ചയായിട്ടും നിസ്സാരമായ രീതിയിലുള്ള ഗൗരവമായിട്ട് ഏറ്റെടുക്കണം. അത് മാത്രം പോരാ, ഇനി ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായ അടിയന്തരമായ നടപടികൾ ഉണ്ടാവണം. അത് സാധിക്കില്ലെങ്കിൽ രാജിവെച്ച് മാറി നിൽക്കണം ബന്ധപ്പെട്ടവർ. തീർച്ചയായിട്ടും വനംവകുപ്പ് മന്ത്രിക്കും വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. എന്തെല്ലാം നീതീകരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊന്നും നീതീകരിക്കപ്പെടാവുന്ന കാര്യമല്ലത്. ജീവന്റെ പ്രശ്നമാണിത്. മാത്രമല്ല, ഇവിടെ ഒരു വനംവകുപ്പ് മാത്രമല്ല, കൃഷി വകുപ്പുമുണ്ട്. അപ്പൊ കൃഷി വകുപ്പിന്റെ ഉത്തരവാദിത്വമില്ലേ കർഷകരെ സംരക്ഷിക്കാനായിട്ട്? വനംവകുപ്പ് വന്യമൃഗങ്ങളെ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ കൃഷി വകുപ്പ് കർഷകരെ സംരക്ഷിക്കേണ്ട വകുപ്പ് കൂടിയല്ലേ എന്ന കാര്യം ആദരണീയനായ മന്ത്രി ഈ സമയത്ത് തിരിച്ചറിയേണ്ടതാണ്. അപ്പൊ അങ്ങനെ കർഷകർക്ക് സംരക്ഷണം ഒരുക്കാനായിട്ട് സംവിധാനങ്ങൾ സർക്കാരിനുണ്ട്. അതുകൂടി ഗൗരവമായിട്ട് പരിഗണിക്കേണ്ട വിഷയമാണ്. ഇതെല്ലാം ഒരു ആഭ്യന്തര വിഷയമായിട്ട് കൂടി മാറുന്നുണ്ട്. ജനജീവിതങ്ങൾ ഇവിടെ കൊല്ലപ്പെടുകയും ദുരിതത്തിലാവുകയും ചെയ്യുമ്പോൾ അവിടെ ഇതൊരു ആഭ്യന്തര വിഷയമായിട്ട് കണക്കിലെടുത്തുകൊണ്ട് ആഭ്യന്തര മന്ത്രിയായ പ്രധാനപ്പെട്ട വ്യക്തികൾ, മുഖ്യമന്ത്രി ഉൾപ്പെടുന്ന ആളുകളൊക്കെ ഇതിനകത്ത് വളരെ പദ്ധതിയോടുകൂടിയ തീരുമാനങ്ങൾ എടുത്ത് മുൻപോട്ട് വരണമെന്ന് ഞങ്ങൾ ആദരവോടുകൂടി അറിയിക്കുകയാണ് ഈ സമ്മേളനം. കാരണം കർഷകർക്ക് വേണ്ടി ശബ്ദിക്കാനായിട്ട് ഇതൊരു ഇൻഫാമുണ്ടെന്നുള്ളത് ഒരു ശക്തിയാണ്. അത് ആരെയും പരാജയപ്പെടുത്തുവാനല്ല, ജീവിക്കുവാൻ വേണ്ടിയുള്ള കാർഷിക ജനതയുടെ മുന്നേറ്റത്തിന്റെ സ്വരമായിട്ട് ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് ഇൻഫ. ഇതിനകത്ത് കക്ഷി രാഷ്ട്രീയങ്ങളില്ല, ഇതിനകത്ത് ജാതി മത വ്യത്യാസങ്ങളില്ല, എല്ലാവരും ഇതിനകത്തുണ്ട്. ഇതിനെ നയിക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ എല്ലാവരും ചേർന്നുകൊണ്ട് ഒരുക്കുന്നതാണ്. കർഷകര് നിലനിൽക്കണം, ജീവിക്കണം, ആ കർഷകരിലൂടെ ഈ നാട് പുരോഗമിക്കണം എന്നുള്ള അടിയന്തരമായ ഒരു ദർശനം, ഗൗരവമായ ഒരു ചിന്ത നെഞ്ചുലേറ്റിക്കൊണ്ടാണ് ഇൻഫാം അതിന്റെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതിന് നല്ല സാന്നിധ്യം കൊടുക്കാനായിട്ട് അഭിമന്യ റമീജസ് ഇന്ത്യനാനി പിതാവ് എന്ന് വെക്കാലത്ത് പ്രതിജ്ഞാബദ്ധനാണ്. പിതാവിന്റെ നല്ല സാന്നിധ്യം നമ്മുടെ കൂടെ ശക്തമായ ഒരു സംരക്ഷണ കവചം പോലെയും കരുത്തനായ ഒരു പോരാളിയുടെ ധൈര്യമുള്ള ഒരു അസ്തിത്വത്തിന്റെ സാന്നിധ്യം പോലെയും ഉറപ്പോടുകൂടി നമ്മുടെ മധ്യേ എപ്പോഴും ഉള്ളത് നമുക്ക് വലിയ ശക്തിയാണ്. ബഹുമാനം അഭിമന്യ പിതാവിനെ ഞാൻ ഒത്തിരി സ്നേഹത്തോടുകൂടി ഈ സമയത്ത് കർഷകരുടെ നെഞ്ചെടുപ്പുകൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി മുൻപോട്ട് നീങ്ങുന്ന അഭിമന്യ പിതാവിനെ ആദരവോടുകൂടി ഞാൻ ഈ സമയത്ത് അനുസ്മരിക്കുകയാണ്. അതുപോലെ നമുക്കെല്ലാം ഏറ്റവും പ്രിയപ്പെട്ട തോമസ് മറ്റമുണ്ടയിൽ അച്ഛന്റെ വലിയൊരു വിശ്വനാശക്തിയും സംഘാടക മികവും കാഴ്ചപ്പാടുകളും ബോധ്യങ്ങളും കർഷക സ്നേഹവും പ്രതിബദ്ധതയും പ്രത്യേകിച്ച് നമ്മുടെ നാടിനോടും കർഷകരോടുമുള്ള ആത്മാർത്ഥമായ ഒരു അർപ്പണ ബുദ്ധിയും എല്ലാം ഒന്നിച്ചു ചേരുമ്പോൾ ദേശീയ ചെയർമാൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ദൗത്യം നന്നായിട്ട് നിർവഹിക്കാനായിട്ട് സാധിക്കുന്നുണ്ടെന്ന് അഭിമാനത്തോടെ പറയാൻ ഞാൻ ഈ സമയത്ത് ആഗ്രഹിക്കുകയാണ്. അച്ഛനോട് ചേർന്ന് അച്ഛൻ ഒറ്റയ്ക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. അച്ഛനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരുണ്ട്. ഓരോ സ്ഥലത്തുമുള്ള കാർഷിക ജില്ലാ നേതൃത്വമുണ്ട്. വിവിധങ്ങളായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന പ്രതിനിധികൾ ഓരോരുത്തരുമുണ്ട്. സംസ്ഥാന പ്രസിഡന്റായ ജോർജ് ഇടപ്പാട് ഉൾപ്പെടുന്ന, ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നവർ ഉൾപ്പെടുന്ന, ജനറൽ സെക്രട്ടറി ഉൾപ്പെടുന്ന ആളുകളിലൂടെയുണ്ട്. അവരെല്ലാം ഞാൻ ഒത്തിരി ആദരവോടെ കാണുകയാണ്. ഈ കർഷകരൊക്കെ ഭിന്നിച്ചും പരസ്പരം ബന്ധപ്പെടാതെയും ഒക്കെ കഴിഞ്ഞിരുന്ന ഇന്നലകളിൽ നിന്നൊരു മാറ്റം വരികയാണ്.
കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങളോ പ്രത്യേക പ്രീണനങ്ങളോ പ്രത്യേക ഭയമോ ഒന്നും ഇൻഫാമിനില്ല. ഇൻഫാം നിർഭയമായിട്ട് അതിന്റെ ദൗത്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കർഷകരെ ചേർത്ത് പിടിച്ച് ഇവിടുത്തെ കാർഷിക ജനതയുടെ വളർച്ചയും പുരോഗതിയും ലക്ഷ്യമിട്ടുകൊണ്ട് ഈ നാടിന്റെ നന്മയ്ക്കും സമൂഹത്തിന്റെ നിർമ്മിതിക്കും വേണ്ടിയിട്ട് മുന്നോട്ട് കുതിക്കുകയാണ്. അതുകൊണ്ട് അതിനെ പരാജയപ്പെടുത്താനായിട്ട് ആർക്കും സാധ്യമല്ല. അത്രയേറെ പ്രതിജ്ഞാബദ്ധമാണ് ഇൻഫാം എന്ന് പറയാൻ ഞാൻ ആത്മാർത്ഥമായിട്ട് ഈ സമയത്ത് ആഗ്രഹിക്കുന്നു. നമുക്ക് ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ട്. ഞാൻ അതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. എല്ലാം ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വേദിയാണിത്. ഇത് ഒരു സമര പരിപാടിയോ ഒന്നുമല്ല. ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത് ഇതൊരു ആലോചനാ യോഗമാണ്. തീരുമാനങ്ങൾ എടുക്കാനും അതുപോലെ തന്നെ നടപടികളിലേക്ക് എത്തിക്കാൻ, കർമ്മപരിപാടികൾ ആവിഷ്കരിക്കാനും ഇന്നലകളെ വിലയിരുത്താനും ഒക്കെ ഒരുമിച്ച് ചേർന്നിരിക്കുന്ന ഒരു വാർഷിക പൊതുയോഗമാണ്. അത് വിവിധ കാർഷിക ജില്ലകളെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് നയിക്കുന്ന ധീരരായ വ്യക്തികൾ ഇവിടെ സന്നിഹിതരാണ്. ഈ ഇൻഫാമിന്റെ എല്ലാ തരത്തിലുമുള്ള ധീര നേതൃത്വം കൊടുക്കുന്ന വ്യക്തികൾ ആണ് ഇന്നിപ്പോ ഇവിടെ സന്നിഹിതരായിരിക്കുന്നത്. ഇൻഫാമിനെ മുഴുവൻ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും റെപ്രസെന്റ് ചെയ്യുന്ന വ്യക്തികളാണ് ഇവിടെ ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വളരെ വ്യക്തമാണ്. വെറുതെ ഒരു ആവേശം ചെയ്തെത്തിച്ചുകൊണ്ട് എന്തെങ്കിലും സമര പരിപാടികൾ ആവിഷ്കരിച്ചുകൊണ്ടോ കുറച്ച് കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നു എന്ന് വരുത്തി വെക്കുന്ന ഒരു പ്രസ്ഥാനമല്ല ഇൻഫാം. മറിച്ച് കർഷകരുടെ ദൈനംദിന ആവശ്യങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ഉദ്ദേശവും അവരുടെ ജീവിതത്തിന്റെ വിവിധങ്ങളായ പ്രശ്നങ്ങളും എല്ലാം വേണ്ടവിധം ഗ്രഹിച്ച് അവരുടെ പ്രതിസന്ധികളെ മുൻപിൽ കണ്ടുകൊണ്ട് കൃത്യമായ കർമ്മപരിപാടികളുമായിട്ട് മുൻപോട്ട് നീങ്ങുന്ന വലിയൊരു കാർഷിക മുന്നേറ്റമാണ് ഇൻഫാം. ആ ഒരു വലിയ ദർശനം മുൻപിൽ വെച്ചുകൊണ്ട് നീങ്ങുന്ന ഇൻഫാമിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസകൾ നേരുകയാണ്, അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് വളർന്നുകൊണ്ടിരിക്കുന്നു. ഇതിന് കക്ഷി രാഷ്ട്രീയങ്ങളില്ല എന്ന് പറയുന്നത് ഞാൻ ആവർത്തിക്കുന്നു. എന്നാൽ അതേ സമയത്ത് തന്നെ ഇൻഫാമിനൊരു രാഷ്ട്രീയമുണ്ട്. ഇൻഫാമിന്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കർഷകരുടെ സമഗ്രമായ വളർച്ചയും പുരോഗതിയും നാടിന്റെ നന്മയുമാണ് ഇൻഫാമിന്റെ രാഷ്ട്രീയം. ആ രാഷ്ട്രീയം എപ്പോഴും ഇൻഫാമിന്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോടുള്ള എതിർപ്പോ യോജിപ്പോ ഒന്നും ഇൻഫാം പ്രകടിപ്പിക്കാറില്ല. എല്ലാവരും ഇൻഫാമിൽ വേണ്ടപ്പെട്ടവരാണ്. എന്നാൽ അതേസമയം തന്നെ കർഷകർക്കെതിരായി പാസ്സാക്കാൻ ശ്രമിക്കുന്ന ഏതു തരത്തിലുള്ള നിയമ ഭേദഗതികളെയും അതിശക്തമായിട്ട് തന്നെ, ഏതു തരത്തിലുള്ള നിയമനിർമ്മാണത്തെയും അതിശക്തമായിട്ട് തന്നെ ഇൻഫാം നേരിടുക തന്നെ ചെയ്യും. അത് കോടതി വഴിയാണെങ്കിലും ഏത് വഴിയിലൂടെയാണെങ്കിലും അതിന് നിയമപരമായ രീതിയിൽ അതിനെ വേണ്ട വിധം മുൻപിൽ കണ്ടുകൊണ്ട് അത് കൈകാര്യം ചെയ്യാനായിട്ട് ഇൻഫാമിന്റെ വ്യക്തികൾ പ്രതിജ്ഞാബദ്ധരാണ്. നിയമപരമായിട്ട് കൃത്യമായി നമ്മൾ മുൻപോട്ട് നീങ്ങും. ഓരോ കാര്യത്തിലും ഇടപെടും. പറയേണ്ടവരോട് കൃത്യമായിട്ട് നമ്മൾ നേരിട്ട് പറഞ്ഞിരിക്കും. അങ്ങനെയൊരു ശക്തമായ ഒരു മുന്നേറ്റമായിട്ട് ഇൻഫാം വളരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും അതിനുവേണ്ട എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയും ഇത്രയേറെ നല്ല രീതിയിൽ ഇൻഫാമിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഇതിന്റെ സാരഥികളായ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഒരുപാട് കാലം മുൻപോട്ട് പോകാനുണ്ട്. ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. ഓരോ കർഷകന്റെയും ജീവിത പ്രശ്നങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങളാണ്. കർഷകരുടെ ജീവിത പ്രശ്നങ്ങൾ കർഷകരുടെ മാത്രം പ്രശ്നമല്ല, അത് ഈ നാടിന്റെ പ്രശ്നങ്ങളാണ്. കർഷകരില്ലെങ്കിൽ ഇവിടെ വ്യവസായം നടക്കുകയില്ല. കർഷകരില്ലെങ്കിൽ ഇവിടെ വിപണികൾ നടക്കുകയില്ല. കർഷകരില്ലെങ്കിൽ ഇവിടെ മറ്റു പല കാര്യങ്ങളും സ്തംഭിക്കും. അതുകൊണ്ട് തന്നെ കാർഷിക വിഷയങ്ങളെ അതിന്റെ ഗൗരവത്തിൽ എടുക്കുന്നില്ലെങ്കിൽ കേരളത്തിന്റെ ഏത് സംസ്ഥാനത്തിന്റെ ആണെങ്കിലും സമ്പദ് വ്യവസ്ഥയെയും ഭരണ സംവിധാനത്തെയും അത് സാരമായി ബാധിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ കർഷകരെ വേണ്ട വിധം പരിഗണിക്കുവാൻ, പ്രത്യേകിച്ചും ഈ മലയോര മേഖലയുമായി ബന്ധപ്പെട്ട് കഴിയുന്ന കർഷകരുടെ ജീവൻ പ്രശ്നങ്ങളെ ശരിയായ വിധം ഏറ്റെടുത്തുകൊണ്ട് മുൻപോട്ട് നീങ്ങാനായിട്ട് ഗവൺമെന്റും ഭരണ സംവിധാനങ്ങളും ഒരുപോലെ ശ്രമിക്കണമെന്ന് ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ്. അങ്ങനെ ഈ കർഷക മുന്നേറ്റത്തിന് ശക്തമായ പിന്തുണയും ഇതിനാവശ്യമായ എല്ലാവിധ സഹകരണവും ഒരുമിച്ച് അർപ്പിച്ചുകൊണ്ട് കൂടുതൽ പേര് ഇത്തരത്തിലുള്ള മുന്നേറ്റങ്ങളിലേക്ക് കടന്നു വരണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നമ്മെ എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.